ഇങ്ങനെ പിന്നെങ്ങനെ. നമസ്കാരം. ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ ഇലക്ഷൻ സീസണാണ്. നമുക്കിപ്പോൾ ഒരു അമേരിക്കൻ ഇലക്ഷൻ ന്യൂസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും, ഇപ്പോൾ ട്രംപ് ഒരു കൺവിക്റ്റഡ് ഫെലനാണ്. അതായത് ട്രംപ് ഒരു കുറ്റം ചെയ്തെന്ന് ഒരു കോടതിയിൽ തെളിയിച്ചു. ഇനിയിപ്പോൾ ശിക്ഷ എന്താണെന്ന് കാത്തിരിക്കുകയാണ്. ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത് നവംബറിലാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജഡ്ജ്മെന്റ് വരുന്നുള്ളൂ. അപ്പൊ നമുക്കിതിൽ ഒരു 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. 1, US-ലെ നിയമം. 2, ഏത് കോടതിയിലാണ്, ആരാണ് ഈ ട്രംപിനെ ശിക്ഷിക്കാൻ പോകുന്നത്, ജഡ്ജിന്റെ പറ്റിയുള്ള വിവരങ്ങളും. 3, എന്താണ് ട്രംപ് ചെയ്ത കുറ്റം എന്നാണ്. അപ്പൊ ആദ്യം എടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ 2 ടൈപ്പ് കുറ്റങ്ങളുണ്ട്. 1 മിസ്ഡിമിനർ, 2 ഫെലനി. മിസ്ഡിമിനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുറ്റങ്ങളാണ്. അതിന് 6 മാസത്തിന് താഴെയാണ് തടവ് കിട്ടാൻ പാടുള്ളൂ. അങ്ങനത്തെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് മിസ്ഡിമിനർ എന്ന് പറയുന്നത്. ഫെലനി എന്ന് പറയുന്നത് 6 മാസത്തിന് മേലെ ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങൾ ചെയ്യുന്നതിനാണ്. അപ്പോൾ മിസ്ഡിമിനർ 6 മാസത്തിന് താഴെ, ഫെലനി 6 മാസത്തിന് മുകളിലെ ശിക്ഷ. ക്ലിയർ ആണല്ലോ? 2, എവിടെയാണ് കേസ് എടുത്തിരിക്കുന്നത്, ആരാണ് കേസിന്റെ ജഡ്ജ്, ആരാണ്. കേസ് എടുത്തിട്ടുള്ളത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ ഈ കോടതിയുള്ള സ്ഥലത്ത് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് ജോ ബൈഡന് 85% വോട്ടും ട്രംപിന് 15% വോട്ടേ കിട്ടിയുള്ളത്. അത്ര അധികം ജോ ബൈഡന് സപ്പോർട്ടുള്ള സ്ഥലത്താണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇന്ത്യയില് കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇന്ത്യയിലെ കോൺഗ്രസ് ആണ് അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടി, ഇന്ത്യയിലെ BJP ആണ് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി. അതായത് ഈ കേസ് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് 85% ഡെമോക്രാറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ട്രംപ് ആണെങ്കിൽ റിപ്പബ്ലിക്കനുമാണ്. ഇനി 2, ആരാണ് ഈ ജഡ്ജ്? ഈ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഡെമോക്രാറ്റ് പാർട്ടിയാണ്. അയാൾ കഴിഞ്ഞ ഇലക്ഷന് ജോ ബൈഡന് വേണ്ടിയിട്ട് പൈസ ഡൊണേറ്റ് ചെയ്ത ആളാണ്. അതിനും പുറമെ അദ്ദേഹത്തിന്റെ മോള് ഇപ്പോൾ ഡെമോക്രാറ്റ് പാർട്ടിയുടെ കറന്റ് ഫണ്ട് റൈസർ ആണ്. വലിയ പാർട്ടി ഓർഗനൈസ് ഭയങ്കര ഇൻവോൾവ് ആണ് ഡെമോക്രാറ്റ് പാർട്ടിയിൽ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ട്രംപിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ നാട്ടിൽ മാതിരിയല്ല, ഇതില് 12 ജൂറേഴ്സിന് വിളിക്കും. അതായത് ആ നാട്ടിൽ താമസിക്കുന്ന 12 ആൾക്കാരാണ് തീരുമാനിക്കുക കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതായത് ഇപ്പോ കണ്ണൂരുള്ള പാട്ടി ഗ്രാമത്തിൽ പോയിട്ട് VT സതീശനോ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്ന മാതിരിയാണ്, അല്ലെങ്കിൽ RSSലെ ഒരാൾ കുറ്റം ചെയ്തെന്ന് തീരുമാനിക്കുന്ന മാതിരിയാണ് ഈ കൗണ്ടിയിൽ വരുന്നത് തന്നെ. അങ്ങനെയാണ് അത് വരുന്നത്. ഇനി എന്താണ് ട്രംപ് ചെയ്ത കുറ്റം? അതിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. 1, ട്രംപ് ഒരു പോൺ സ്റ്റാറിന് $130,000 കൊടുത്തു. 2, ട്രംപിന്റെ വക്കീല് വഴിയാണ് കൊടുത്തത്. ഇത് വക്കീലിന് ഫീസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വക്കീല് ആണ് ഈ പൈസ ഈ സ്ത്രീക്ക് കൊടുത്തത്. ട്രംപ് നേരിട്ട് കൊടുത്തില്ല. അപ്പൊ ട്രംപിന്റെ ബുക്കില് അത് ബിസിനസ് ട്രാൻസാക്ഷൻ അത് മാറ്റി കാണിച്ചു. ഫോൾസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അത് ശരിക്കും പറഞ്ഞ വക്കീലിന്റെ പൈസയല്ല, അത് കൊടുക്കാനുള്ളത് ഈ പെൺകുട്ടിക്കാണ്, അല്ലെങ്കിൽ സ്റ്റോമി ഡാനിയൽസിലാണ്. പക്ഷെ കാണിച്ചത് വക്കീലിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് 2ാമത്തെ കേസ്. 3, ട്രംപ് ഈ സ്ത്രീക്ക് പൈസ കൊടുക്കാൻ കാരണം എന്താണ്? ഈ സ്ത്രീ വായ തുറക്കുകയാണെങ്കിൽ ട്രംപിന്റെ ഇലക്ഷൻ അത് മോശമായിരിക്കും. അപ്പൊ അത് കവറപ്പ് ചെയ്യാനാണ് ട്രംപ് ഈ വക്കീല് വഴി ഈ സ്ത്രീക്ക് പൈസ കൊടുത്തത്. അതിൽ നമ്മൾ ആദ്യത്തെ കാര്യം എടുക്കുക, നമ്മൾ ഈ ലേഡിക്ക് $130,000 കൊടുത്തു എന്നുള്ളത്. അത് ഒരു കുറ്റമല്ല, നമുക്ക് ആർക്കും വേണമെങ്കിൽ പൈസ കൊടുക്കാം. അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ ഒരു കുറ്റവും ഒരു കോടതിക്കും ഇവിടെ ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ 2ാമത്തെ എന്താ ചെയ്തത്? ഈ പൈസ വക്കീല് വഴി കൊടുത്തു. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻ ഫോൾസിഫൈ ചെയ്തു ബുക്സിൽ. അതായത് ശരിക്കുള്ള പേയ്മെന്റ് പോയത് ആ സ്ത്രീക്കാണെങ്കിലും ട്രംപിന്റെ ബുക്കിൽ കാണിക്കുന്ന വക്കീലിന് കൊടുക്കുന്നതാണ്. അതാണ് 2ാമത് ചെയ്ത തെറ്റ്. ആ തെറ്റ് ഇവിടുത്തെ മിസ്ഡിമിനർ ആണ്. അത് 6 മാസം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കുറ്റം നടന്നത് 2015 എന്നാൽ ഈ കേസ് കൊടുക്കുന്നത് 2021. ഈ മിസ്ഡിമിനർ ആയിട്ടുള്ള എന്ത് കേസ് കൊടുക്കുന്നെങ്കിലും അതിന്റെ കാലാവധി പീരീഡ് ഉള്ളത് 2 കൊല്ലാണ്. അപ്പൊ 2017 പേരെ ഈ കേസ് കൊടുക്കാൻ പറ്റില്ല, കേസ് അസ്വാദുമായി പോയി. അപ്പൊ മിസ്ഡിമിനർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവരാലോചിച്ച് ഇനി ട്രംപിനെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുമ്പോൾ ഫെലനി ആണെങ്കിൽ 5 കൊല്ലത്തെ പീരീഡ് ഉണ്ട്. അപ്പോൾ 2015 ചെയ്ത കുറ്റത്തിന് 2020 വരെ, അല്ലെങ്കിൽ 19 വരെയോ 20 വരെയോ ആ 5 കൊല്ലത്തെ പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ കേസ് കൊടുക്കാം. പക്ഷെ ട്രംപിന്റെ ഗതികേടും ഈ കേസ് കൊടുക്കുന്നതിന് നല്ലതാവലും ഉള്ളതുകൊണ്ട് കോവിഡ് കാരണം 2 കൊല്ലത്തെ എക്സ്റ്റൻഷൻ കൊടുത്തു. അപ്പൊ ഈ 5 കൊല്ലം ആണ് ഫെലനിക്കുള്ള കാലാവധി കൊടുക്കാനുള്ളതാണെങ്കിൽ അത് 7 കൊല്ലത്തേക്ക് മാറ്റി. അപ്പൊ 2015 ട്രംപ് ഈ പൈസ കൊടുത്തു എന്നുള്ള കാര്യം
അത് 2021 കേസിൽ അവർ ഫെലനി ആയിട്ട് ഫയൽ ചെയ്യാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഫെലനി ആവുന്നത് മിസ്ഡിമിനർന്ന്? ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? മിസ്ഡിമിനർ ആണ്. മിസ്ഡിമിനർ ഈ പൈസ കൊടുത്തത് കവറപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ വേറൊരു തെറ്റിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി വേറൊരു കാര്യം ചെയ്താൽ അതാണ് ഫെലനി ആവുക. അപ്പൊ ഈ കവറപ്പ് ചെയ്ത് എന്തിനാണെന്ന് ഇവർ പറയണമെന്നുണ്ടെങ്കിൽ ഇത് എലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ട്രംപ് ചെയ്താന്ന് പറയുന്നത്. കാരണം ട്രംപിന് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇലക്ഷന് ജയിക്കാൻ പറ്റില്ല. ഈ സ്ത്രീ വർത്തമാനം പറയുകയാണെങ്കിൽ ട്രംപ് തോൽക്കും. അപ്പൊ അത് കവറപ്പ് ചെയ്യാനാണ് ഈ വക്കീലിന് കൊടുത്തത്. വക്കീലും കവറപ്പ് ചെയ്തിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തു. അപ്പൊ ട്രംപിന്റെ പേരിലുള്ള ഫെലനി എന്താണ്? ഇലക്ഷൻ ക്യാമ്പയിൻ ഫണ്ട്സ് ആയിട്ടാണ് ഇത് കാണിക്കേണ്ടത്. ഈ സ്ത്രീക്ക് കൊടുത്ത പൈസ ഇലക്ഷൻ ക്യാമ്പയിൻ ആയിട്ട് കാണിക്കണം. അത് കാണിക്കാണ്ട് വക്കീൽ വഴി മറച്ചു വെച്ചിട്ട് കൊടുത്തതാണ്. അതാണ് ഫെലനി ആവാനുള്ള കാരണം. ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ വേറെ തമാശ ഉണ്ട്. ഇനിയിപ്പോ ട്രംപ് പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഇത് ഇലക്ഷൻ ക്യാമ്പയിനാന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുക. അപ്പൊ അവര് ട്രംപിനെതിരെ കേസ് കൊടുക്കും. ഇലക്ഷൻ ക്യാമ്പയിൻ ഫണ്ട് മിസ്യൂസ് ചെയ്തു പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. കാരണം ട്രംപിന്റെ സെക്ഷൽ ലൈഫ് ഇലക്ഷൻ ക്യാമ്പയിന്റെ കാര്യമല്ലല്ലോ. അപ്പൊ ട്രംപിന് ഇത് എങ്ങനെ പോലും ജയിക്കാൻ പറ്റില്ല. അപ്പൊ ട്രംപിനെ ഇപ്പോ അവര് 34 കുറ്റത്തിനാണ് തെറ്റ് ചെയ്തെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ 34 കേസ് വരുന്നത്? കാരണം ഈ വക്കീല് ടോമി ഡാൻസിൽ പൈസ കൊടുക്കുമ്പോൾ 34 ചെക്കായിട്ട് കൊടുത്തത് ഈ $1,30,000. അപ്പൊ ഈ ഒരേ ചെക്കിനും ഒരേ കേസായിട്ട് കണക്കാക്കിയിട്ട് അങ്ങനെയാണ് 34 കേസിൽ ട്രംപിനെ കുറ്റക്കാരനായി കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുമോ ട്രംപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലേ ഇല്ലേ? ഇനി തെറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുമോ? രാഹുൽ ഗാന്ധിനെ ഇങ്ങനെ മോദി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സ്ഥിതി എന്താന്നുള്ളത്. ഇനി ഇതിനൊക്കെ പുറമെ ഈ കേസിന്റെ ഹിയറിംഗിന് വേണ്ടിയിട്ട് ഒരു 1.5 മാസം ബുധനാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കാലത്തൊട്ട് വൈകുന്നേരം വരെ ട്രംപ് കോടതിയിൽ പോയി ഇരിക്കേണ്ടി വന്നു ഈ ഹിയറിംഗിന്റെ സമയത്ത്. എന്നും ഇലക്ഷൻ ക്യാമ്പയിനും പോകാൻ പറ്റാണ്ട് ട്രംപ് ന്യൂയോർക്കിൽ ഒരു കോടതി പോയിട്ട് ഇരിക്കുകയാണ് അവിടെ. അവരിങ്ങനെ ഓരോരുത്തരായിട്ട് വിസ്താരിക്കുമ്പോൾ ട്രംപ് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എത്ര സമയം പോയി ഈ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പൊ ഇലക്ഷൻ ക്യാമ്പയിന് ട്രംപിന് പോകാൻ പറ്റുന്നില്ല. അപ്പോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ മിസ്ഡിമിനർ ആണോ ഫെലനി ആണോ? അവർ ഫെലനി ആക്കി. ഫെലനി ആക്കാനുള്ള കാരണം എന്താണ്? ആദ്യം പൈസ കൊടുത്തത് തെറ്റല്ല, പക്ഷെ വക്കീൽ വഴി കൊടുത്തത് തെറ്റാണ്. അത് ബിസിനസ് ട്രാൻസാക്ഷൻ ഹൈഡ് ചെയ്തു. അത് എന്തിനു ചെയ്തു? ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. കാരണം ഈ സ്ത്രീ വായോർന്ന ഇലക്ഷൻ മോശമാണ്. അപ്പൊ അത് ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചെയ്താണ്. അപ്പൊ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഫണ്ടിൽ അത് ഡിക്ലെയർ ചെയ്തില്ല എന്നാണ് ട്രംപിന്റെ പേരുള്ള ഫെലനി. അതിനാണ് ട്രംപിനെ 34 കേസുകളിൽ പ്രതിയാക്കിയിട്ട് ഇപ്പോ കൺവിക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത് നവംബറിലാണ്. ഇതാണ് ട്രംപിന്റെ എതിരെയുള്ള കേസ്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് ചോദ്യം ചോദിക്കാം. ഞാൻ അതിനുള്ള മറുപടി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എന്തായാലും ഉടനെ വേറൊരു അമേരിക്കൻ ന്യൂസുമായിട്ട് ഇനി ഞാൻ റെഗുലർ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ മേ ബി ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ നമ്മൾ ടൈം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഇങ്ങനെ പിന്നെങ്ങനെ?